ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തേത് ഒരു ഫുൾ ഹൗസ് ക്ലീനിങ് വീഡിയോ ആണ്. നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തൊരു ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പണിയിലേക്ക് നിന്നു. എൻ്റെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ മൊത്തം ഒന്ന് മാറാല തട്ടി അവനുണ്ടായിരുന്നു മാറാല തട്ടിത്തരാനൊക്കെ കേട്ടോ. അപ്പം ചെറിയ കുട്ടികളാണെങ്കിലും അവരെ കൊണ്ടാവുന്ന സഹായം അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അവനായിട്ടും കൊണ്ട് വന്ന് പറഞ്ഞാണ് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം, ഞാൻ കൂടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വന്നാണ്. അപ്പം നമുക്ക് ആവശ്യമാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കുന്നതിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ അവനായിട്ടും കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ആദ്യം തന്നെ മോൻ്റെ റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയാണ് കേട്ടോ കുട്ടികൾ രണ്ടാളും കിടക്കുന്നത്. അവർ തന്നെ കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. ഉറങ്ങുന്നത് വരെ ഞാൻ കൂടെ വേണമെന്നേ ഉള്ളൂ. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ അവരുടെ റൂമാണ് ഫസ്റ്റിൽ. മൊത്തത്തിലൊന്ന് മാറാതെ തട്ടിയതുകൊണ്ട് ബെഡിലൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് നന്നാക്കി തട്ടിക്കുടഞ്ഞ് ബെഡ് നന്നാക്കി വിരിച്ചിട്ടു കേട്ടോ. പിന്നെ ഞാൻ ഈ ജനലൊക്കെ ആദ്യം തന്നെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് നല്ലൊരു എയറൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ എൻ്റെ മോനുണ്ട് അടിച്ചേരി തരാനായിട്ട് കേട്ടോ. അപ്പോൾ അവന് ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കൂടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കുറേ സമയമൊന്നും നിൽക്കില്ല, കുറച്ച് സമയമൊക്കെ കൂടെ ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ ആ ടേബിളും ബെഡും ഒക്കെ നന്നാക്കി വിരിച്ചിട്ടു, പൊടിയൊക്കെ തട്ടി ആ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. ഇവിടെ കുറേ സാധനങ്ങൾ നിലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് വെച്ചു. അപ്പോൾ അത് ആ റൂം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി മോൻ്റെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതോടെ തന്നെ ഇങ്ങനെ വാഷ് ബേസിൻ്റെ ഒരു ഏരിയ ആണ്, സ്റ്റെയർ കേസൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. ബ്രഷ് ചെയ്യുന്നൊക്കെ ഇവിടെ തന്നെയാണ്. അതും പിന്നെ കുറച്ച് ഫേഷ്യൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയും നന്നാക്കിയിട്ട് അടിച്ചു വാരിയിടുകയാണ്. 2 ബെഡ്റൂമും ഈ ഒരു ഏരിയയും മോന് തന്നെ മാറാലൊക്കെ തട്ടി തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടികളാണ് ഈ നിലത്ത് കിടക്കുന്നതൊക്കെ. അപ്പോൾ ആ ഭാഗം ക്ലീൻ ആക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ കിടക്കുന്ന റൂം. ആ റൂമിലും ഇതേപോലെ മാറാല തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ആദ്യം തന്നെ മാറ്റി വിടുകയാണ്. സാധാരണഗതിയിൽ ആഴ്ചയിൽ ഒരിക്കലാണ് ബെഡ്ഷീറ്റ് ഞാൻ ചേഞ്ച് ചെയ്യാറുള്ളത്. അതിനിടയ്ക്ക് എന്തെങ്കിലും നാശമാവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റും കേട്ടോ. അപ്പം മക്കളുടെ റൂമത്തെ ബെഡ്ഷീറ്റ് 2 ദിവസം മുന്നേ വിരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടുത്തത് മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ. പിന്നെ ഇതൊരു ബ്ലാങ്കറ്റാണ് കേട്ടോ ഈ ബെഡിൻ്റെ മുകളിൽ വിരിച്ചിട്ടുള്ളത്. അത് നമ്മൾ അലമാരിക്കകത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ടിട്ടേ ഉള്ളൂ. വെറുതെ അലമാരിയിൽ ഇങ്ങനെ കിടക്കണ്ടല്ലോ വിചാരിച്ചു. അതിപ്പോൾ ഒരു വിരിക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല. അപ്പോൾ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ബെഡിൻ്റെ ഇതുകൊണ്ട് വലിച്ചിട്ടിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് അടിച്ചു വരും. അതൊന്നും നമ്മൾ ചൂലൊരിക്കലും എത്താത്തൊരു ഭാഗമാണ് അത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൻ്റെ പിറകുവശവും ഇതേപോലെ ഒന്ന് അടിച്ചു വാരിയിട്ട് അത് അങ്ങോട്ടേക്ക് തന്നെ മാറ്റിയിട്ടാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് എനിക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. ഞാൻ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്തിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് തൂക്കി വെക്കാറുള്ളത്. അപ്പോൾ അതൊരു നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. പിന്നെ ബെഡ് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി നല്ല പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ട് മാറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡ്രസ്സിങ് ടേബിളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. അതും ആകെ നാശമായി കിടക്കുകയാണ്. നമ്മൾ രാവിലെ തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ എടുത്തത് അങ്ങോട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് പിന്നെ തന്നെ വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാം കൂടി ആ ഒരു ബോക്സിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഈ ബുക്ക് കണ്ടോ, ഈറ്റ് ദാറ്റ് ഫ്രോഗ്, നല്ലൊരു ബുക്കാണ്. ഒരു മോട്ടിവേഷണൽ ബുക്കാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പിന്നേക്ക് മാറ്റി വെക്കുന്നതുണ്ടല്ലോ, അതിനൊക്കെ അത് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്കാണ് കേട്ടോ. അത് നിങ്ങൾ ചിലരെങ്കിലും ഈ ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ആ സമയം കൊണ്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇതാണ് ഡൈനിങ് ഹാളിൽ പിന്നെ ഞാൻ തന്നെയാണ് മാറാല തട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും മോൻ്റെ മൂടൊക്കെ മാറി അവൻ കളിക്കാനായിട്ട് പോയി. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ലോണം മാറാലൊക്കെ തട്ടി. പിന്നെ ഉള്ളത് ഇത് ഡൈനിങ് ഹാളിലുള്ള ഫാനാണ്. റൂമിലെ ഫാനുകളൊന്നും വലിയ പൊടി പിടിച്ച് കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് അതുമേലേക്കൊന്നും തൊടാൻ നിന്നില്ല. ഡൈനിങ് ഹാളിലത്തെ ഫാന് കുറച്ച് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിതാ ഇങ്ങനൊരു ഈ തട്ടിയോണ്ട് ഞാനൊരു യുദ്ധം ചെയ്ത് അത് മുഴുവൻ പൊടിയൊക്കെ തട്ടിയെടുത്തു കേട്ടോ. പിന്നെ ഇതിപ്പോൾ കൊലായിലേക്കുള്ള ഒരു ഡോക്കം വിൻഡോ ആണ്. അപ്പോൾ ആ ഭാഗം ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട്
ഒന്ന് തട്ടി കൊടുത്താൽ അതിൻ്റെ ഇടയ്ക്കുള്ള മാറാല പിടിച്ചെടുക്കുന്നതൊക്കെ അങ്ങ് പോന്നോളും. ഈ ബ്രഷ് നല്ലൊരു ഉപയോഗമുള്ള സാധനം കേട്ടോ. ഇങ്ങനത്തെ ഈ ജനലുകളൊക്കെ പൊടി തട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് കുറച്ച് മുമ്പേ ആയി വാങ്ങിയിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഡോറ് ഗ്ലാസ് ഉള്ളത് അതും ഞാൻ അതുകൊണ്ട് തന്നെ തട്ടിയിട്ടോ. പിന്നെ ഇത് ഞാൻ റൂമിൽ നിന്ന് മുതലേ ഞാൻ അടിച്ചു വാരി കൊണ്ടുവന്ന ചണ്ടിയാണ് കേട്ടോ. ഓരോ ഭാഗം ക്ലീൻ ചെയ്യുമ്പോഴും അങ്ങനെ അടിച്ചു വാരി കൊണ്ടുവരികയാണ്. കൊലായി എത്തിയപ്പോഴേക്കും അത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ദിവാനൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് തന്നെ നീക്കിയിട്ടതിന് ശേഷം ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. ഞാനിവിടെ അടിച്ചു വാരിയിട്ട് കൊലായിലേക്കാട്ടോ കൊണ്ടുവന്നത്. ഞാൻ അടിച്ചു വരുന്ന രീതി, വീട് അടിച്ചു വരുന്നതെന്ന് വെച്ചാൽ 2 പോർഷനാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുക. അതായത് ഡൈനിങ് ഹാള് 2 ബെഡ്റൂം കൊലായിലേക്ക് അടിച്ചിട്ട് അവിടെ നിന്ന് ചണ്ടി വാരിയിട്ട് ബാക്കി പൊടി ഞാൻ മുറ്റത്തേക്ക് ഇടും. പിന്നെ നമ്മളുടെ ലിവിങ് റൂം, അടുക്കള അത് വേറെ തന്നെ ഞാൻ ക്ലീൻ ചെയ്യുക. കൊലായി മുതൽ അങ്ങോട്ടേക്ക് അടിച്ചു വരാണെങ്കിൽ കുറേ ചണ്ടികൾ കുറേ ദൂരം ഞാൻ അടിക്കേണ്ടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2 പോർഷനാക്കിയിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അതിലുള്ള ഈ കടലാസുകൾ, കവറുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ബാക്കി വന്ന പൊടി മുറ്റത്തേക്ക് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. പൊടിയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. വലിയ കടലാസുകൾ, കവറുകൾ, അങ്ങനത്തെ വലിയ ചണ്ടികളൊക്കെ ഞാൻ ഓൾറെഡി മാറ്റിയിട്ട് കഴിഞ്ഞു. പിന്നെ ഈ സ്റ്റെപ്പും കൂടി ഒന്ന് അടിച്ചു വാരാണ്. അതോടെ നമ്മുടെ അത്രയും പോർഷൻസിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കൊല്ലായിൽ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ടീപ്പോയി ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതെൻ്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അവിടെ അതിന് മുകളിലുണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റിൽ ആമയുടെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. അതായത് അവളുടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഈ ടീപ്പോയുടെ മുകളിൽ ഒരു നല്ലൊരു തുണി വെച്ചു. ഇത് ഓൾറെഡി ഉള്ള ഒരു 2 ചെടി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ ഭാഗവും ക്ലീനായി. പിന്നെ ഞാൻ വാഷ് ബേസിനാണ് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വെള്ളം എന്തായാലും നിലത്താവും. അപ്പോൾ ഒന്നായിട്ട് തുടയ്ക്കാനുള്ളത് കൊണ്ട് അപ്പോൾ എന്തായാലും അതും കൂടി അങ്ങ് കഴുകിയേക്കാമെന്ന് വിചാരിച്ചു. വാഷ് ബേസിന് ഡെയിലി ക്ലീൻ ചെയ്യാറില്ല. പക്ഷേ ഇത് നാശമാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യും. ഇതൊരു ആകെ 10-15 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഡൈനിങ് ഹാള് മുതൽ അങ്ങോട്ടേക്കുള്ളത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളിന് ഇപ്പുറത്തേക്കുള്ള ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ TV ഒക്കെ വെച്ചിട്ടുള്ളത്. അവിടെയാണ് എൻ്റെ തയ്യൽ മെഷീൻ ഉള്ളത്. അപ്പോൾ അത് ഇവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പൊടി തട്ടിയിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഞാനത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ചെറിയൊരു ടേബിൾ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഈ ഒരു ഏരിയയുടെ ഒന്ന് മേക്ക് ഓവർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ടേബിൾ ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു തുണിയൊക്കെ വിരിച്ചു. പിന്നെ കുറച്ച് ബുക്സൊക്കെ കൊണ്ടുവച്ചു. ഇവിടെ കുറച്ചൊക്കെ ഒന്ന് എഴുതാനും ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗം ക്ലീൻ ചെയ്തു. ഇതിന് ശേഷം ഈ ഒരു ടേബിൾ കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 2 ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏരിയ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്തത്. ആ വീഡിയോൻ്റെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇതുകൊണ്ടാണ് കേട്ടോ. ആ വീഡിയോനേക്കാളും മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ആ ഭാഗവും ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് എത്തി. ഈ കിച്ചണിൻ്റെ ഈ താഴ്ഭാഗത്താണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. വേറെ പാത്രങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ ഏരിയ ഇല്ല. പിന്നെ ചെറിയ പാത്രങ്ങൾ വെക്കാൻ എനിക്കൊരു ചെറിയൊരു റാക്കുണ്ട്. ഈ വലിയ പാത്രങ്ങളൊക്കെ ഈ ചോട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ ആ ഭാഗം പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം അത് ആ സ്ഥാനത്തേക്ക് തന്നെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അടുത്ത കടമ്പ ഒത്തിരിയധികം പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ പണിയിലേക്ക് നിന്നതുകൊണ്ട് പാത്രമൊന്നും ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇൻട്രസ്റ്റ് പോകുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിക്കാളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. അപ്പോൾ പോയി വന്നപ്പോൾ ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ
പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഒരു ചെറിയ പീസ് ഓഫ് അഡ്വൈസ് തരാം. അതായത് എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൽ നിന്ന് ആണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുനിഷ്ട് പിടിച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് തീർത്ത് വെച്ചേക്കാം. അത് പിന്നേക്ക് വലിയ പണിയായി മാറും. അതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതെനിക്ക് കഴുകി വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വേഗം പോയിട്ട് വേഗം മാറാല തട്ടി. അപ്പോൾ പിന്നെ പൊടിയൊക്കെ നിറഞ്ഞു. അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിന്നു. അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ അടുക്കളയിലേക്ക് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വരുന്നത് അതിന് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ അതങ്ങോട്ട് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഡ്രസ്സ് ഏറ്റവും ലോക്കൽ ഡ്രസ്സ് എടുത്തിട്ടാൽ മതി. കാരണം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലോണം പൊടി മേലൊക്കെ ആകും. അപ്പോൾ നല്ല ഡ്രസ്സൊന്നും വെറുതെ നാശാക്കാൻ നിൽക്കണ്ട. ഈ പാത്രം എൻ്റെ അടുക്കളയിൽ പുളി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തീർന്നപ്പോൾ ആ പാത്രം ഒന്ന് കഴുകി വെയിലത്തേക്ക് വെക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മൾ കിച്ചണിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ കാലിയായി കഴിഞ്ഞാൽ ആ പാത്രം അപ്പം തന്നെ കഴുകിയിട്ട് അതൊന്ന് വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം മാത്രം അത് ഫില്ല് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ പാത്രങ്ങൾ വല്ലാതെ നാശമാവുന്നുണ്ട്. ഇതേപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉലുവ, കടുക്, ധാന്യങ്ങളിട്ട് വെക്കുന്നത്, അങ്ങനത്തെ എല്ലാ കണ്ടെയ്നേഴ്സും ഞാൻ ഇതേപോലെ കാലിയായി കഴിഞ്ഞാൽ റീഫിൽ ചെയ്യുന്നതിന് മുന്നൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കും കേട്ടോ. എൻ്റെ ഉമ്മ പറഞ്ഞൊരു ടിപ്പാണ് കേട്ടോ അത്. അപ്പം നമ്മുടെ പാത്രങ്ങൾ പെട്ടെന്ന് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതങ്ങോട്ട് ചെയ്തു. പിന്നെന്താ, നമ്മൾ കഴുകിയ സ്പോഞ്ചും സ്ക്രബ്ബറും പാത്രമൊക്കെ എന്നിട്ട് കഴുകി വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു സിങ്കിൻ്റെ ഏരിയ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഇത് ഓരോ തവണ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാലും ഇങ്ങനെ ഇതേപോലെ ഈ സ്പോഞ്ചും സ്ക്രബ്ബറും ഒക്കെ ഒന്ന് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം കൂടുതൽ അഴുക്ക് പിടിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സാധനം കൊഴുപ്പ് കെട്ടി കിടക്കും. ആ സ്പോഞ്ചൊക്കെ പെട്ടെന്ന് കറുത്തു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ആക്ച്വലി. കാരണം ഒത്തിരി അധികം ബാക്ടീരിയാസ് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പാത്രം കഴുകുന്ന സ്പോഞ്ചെന്ന് ഒരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ആ സമയം കൊണ്ട് ഞാൻ ആ സിങ്കിൻ്റെ ആ ഏരിയയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിടുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം കൂടി അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ സിങ്ക് ഏരിയ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്തതൊന്ന് ഫ്ലോർ ഒന്ന് ക്ലീൻ ആക്കിയിടണം. ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളത് പിന്നെ യൂസ് ചെയ്യാതെ കിടക്കുന്ന കവറുകളൊക്കെ ഞാൻ താഴേക്കാണ് കേട്ടോ ഇടുക. അതായത് എന്തായാലും അടിച്ചു വാരിയിട്ട് ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ തരംതിരിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ഇത് കണ്ടല്ലോ, ഇത് ആണ് മൊത്തം ഈ ഞങ്ങളുടെ ആ ടി വി വെച്ച റൂമും ഈ കിച്ചണിൽ മാത്രമുള്ള ചണ്ടികുമ്പാരങ്ങളാണിത്. അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യം തന്നെ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ ആദ്യം മാറ്റി വയ്ക്കും. ബാക്കി ചണ്ടികളാണ് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നത്. എന്നിട്ട് അതൊന്നായിട്ട് നിറയുന്ന സമയത്ത് ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് തീയിടുകയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ. പിന്നൊരു കാര്യം, ഞാനിങ്ങനെ ഈ വെറും കൈയോടെ ഈ ചണ്ടി കുമ്പാരങ്ങളൊക്കെ കൈ കൊണ്ട് തന്നെ വാരിയിടുമ്പോൾ ചിലർക്കെങ്കിലും ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നാം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോ 1-2 വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളെന്താ ഗ്ലൗസ് യൂസ് ചെയ്യാത്ത, കൈക്ക് കേടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ജനിച്ചു വളർന്നിട്ട് സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ഉമ്മയൊന്നും അങ്ങനെ ഗ്ലൗസൊന്നും യൂസ് ചെയ്ത് വീട് പണി ചെയ്യുന്ന ആളല്ല. പിന്നെ മീൻ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ ചണ്ടി വാരുന്ന സമയത്ത് പാത്രം കഴുകുമ്പോൾ ഒന്നും ഗ്ലൗസ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മുമ്പേ ഒരു തവണ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈ മുറിഞ്ഞ സമയത്ത് എനിക്ക് പാത്രങ്ങൾ കഴുകണമല്ലോ എന്തായാലും. അപ്പം ഇതേപോലെ മുറിവ് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ പാത്രം കഴുകിയ സമയത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമുക്കതൊന്നും ശീലമില്ലാത്ത, നമ്മളൊരു ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ അതൊന്നും നമ്മളങ്ങനെ എന്താ പറയുക, നമുക്ക് ശീലമില്ലാത്ത കാര്യമാണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും എനിക്കത് പറ്റും തോന്നില്ല. പിന്നെ നമ്മളെ ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കുന്നു, നമ്മൾ തന്നെ വൃത്തികേടാക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടികൾ, നമ്മളെ ഭർത്താവ്, എല്ലാവരും എനിക്ക് അവരുടെ ഒന്നും കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ എനിക്കൊരു അറപ്പും തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാത്തത്. പിന്നെ എന്ത് ചണ്ടി ചളിയാണെങ്കിലും ഒന്ന് കൈ വൃത്തിയാക്കിയിട്ട് സോപ്പിട്ട് കഴുകിയാൽ പോകുന്നതല്ലേ ഉള്ളൂ എന്നേ ഞാൻ ചിന്തിക്കുള്ളൂ.
അപ്പോൾ അതാ അതിനിടയ്ക്ക് ഞാൻ തുടയ്ക്കലും കഴിഞ്ഞിട്ട് വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫുൾ ഹൗസ് ക്ലീനിങ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇത്തരം വീഡിയോകൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്ത് അഭിപ്രായമാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാം. പിന്നെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഒത്തിരി സന്തോഷമായി, ഒരുപാട് പേര് കണ്ടു. അപ്പം തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.